2025 ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത വലിയ ചരിത്ര വിജയമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നീറ്റ്, ജെയ് പോലുള്ള പ്രവേശന പരീക്ഷകളിൽ കേരളത്തിൽ നിന്നും സമാനതകളില്ലാത്ത വിജയം നേടി ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ആദ്യ എല്ലാ റാങ്കുകളും, അതുപോലെ എൻട്രൻസ് എക്സാമുകളിൽ ക്വാളിഫൈ ചെയ്യുന്ന 95% ഓഫ് സ്റ്റുഡൻസും പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. ഈ വർഷവും പതിവ് തെറ്റിയില്ല. ഫെബ്രുവരി 11-ാം തീയതി ജെയ്മെയിൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ചരിത്ര നേട്ടവുമായി അണിനിരന്നിരിക്കുന്നത് പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെ. ജെയ്മെയിനിൽ താരതമ്യപ്പെടുത്താൻ സാധിക്കാത്ത വിജയം നേടി വീണ്ടും വീണ്ടും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ വർഷം പിന്നിടുമ്പോഴും ബ്രില്യന്റ് മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബ്രില്യന്റിനോടാണെന്ന് തെളിയിക്കുന്നതിന്റെ യാഥാർത്ഥ്യം ഇനി ഞാൻ പറയാം. കഴിഞ്ഞ വർഷം 2024 ജെയ്മെയിൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 99.9% മുകളിൽ 9 വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 16 വിദ്യാർത്ഥികളിലേക്ക് എത്തിയിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ 78% വർധനമാണ് ബ്രില്യന്റ് 2025 സൃഷ്ടിച്ചിരിക്കുന്നത്. 99% മുകളിൽ കഴിഞ്ഞ വർഷം 2024 225 വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 300-ലധികം വിദ്യാർത്ഥികളിലേക്കായി കടന്നിരിക്കുന്നു. കേരളത്തിൽ മറ്റൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത്ര വലിയ വിജയവും വിജയ ശതമാനവും അവകാശപ്പെടാൻ സാധിക്കില്ല. ഓർക്കണം, ആദ്യ സെഷൻ റിസൾട്ടുകൾ മാത്രമാണ് ഈ പരാമർശിച്ചത്. ഇനി അത് വർദ്ധിക്കുമെന്നത് നിസ്സംശയം പറയാവുന്ന മറ്റൊരു വസ്തുതയും. ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം 40 വർഷം കൊണ്ട് നേടിയ വിജയമല്ല ഇത്, 40 വർഷമായി തുടരുന്ന വിജയമാണിത്. ബ്രില്യന്റിന്റെ വിജയം, വിജയികൾ എന്നൊക്കെ പറയുന്നത് വിരലിലെണ്ണാവുന്ന വർഷം കൊണ്ടുണ്ടായതല്ല, മറിച്ച് 4 പതിറ്റാണ്ടുകളായി ബ്രില്യന്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന വിജയമാണ് കേരളം അന്നും ഇന്നും ഇനി എന്നും കാണാൻ പോകുന്നത്. 2025 ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 99.9% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കിയ മിടുക്കരായ വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും കേരളത്തിന് മുൻപിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനുണ്ട്. കാരണം സത്യസന്ധമായ റിസൾട്ട് മാത്രം മുന്നിൽ വെച്ച് എക്കാലവും മുൻപന്തിയിൽ നടന്നവരാണ് ബ്രില്യന്റ്. അപ്പോ തീർച്ചയായിട്ടും ആ 16 വിദ്യാർത്ഥികളെയും നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യവുമായിട്ടാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ജെയ്മെയിൻ ആദ്യ സെഷനിൽ 99.9960501 എന്ന സ്കോർ നേടി കേരളത്തിലെ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ അക്ഷയ് ബിജു കോഴിക്കോട് സ്വദേശിയാണ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആദ്യഘട്ട പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ ഉജ്ജ്വല വിജയം നേടി പാലാ ബ്രില്യൻസിലെ വിദ്യാർത്ഥികൾ 99.9% സ്കോറോടെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു കേരളത്തിലെ 1-ാം സ്ഥാനക്കാരനായി മാറി. +1, +2 മാന്നാനം കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെയാണ് അക്ഷയ് ബിജു എൻട്രൻസ് പരിശീലനം ബ്രില്യന്റിൽ തുടർന്നത്. അക്ഷയുടെ ഫാദർ ബിജുവൻ ട്രഷറി സർവീസിൽ ജൂനിയർ സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്നു. അമ്മ നിഷ CK മെഡിക്കൽ ഓഫീസറായി ആയുർവേദ ഡിസ്പെൻസറിയിൽ സേവനമനുഷ്ഠിക്കുന്നു. ചേച്ചി ഗോപിക BN 4th ഇയർ MBBS സ്റ്റുഡന്റായി പഠനം തുടരുന്നു. അതേപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അക്ഷയ് ബിജുവിനെ ബ്രില്യന്റ് ഡയറക്ടേഴ്സ് നേരിട്ട് വീട്ടിലെത്തി അഭിനന്ദിച്ച കാഴ്ച റിസൾട്ട് വന്ന അന്നേ ദിവസത്തെ ഏറ്റവും അഭിമാനം നിറഞ്ഞ കാഴ്ചയായിരുന്നു. ബ്രില്യന്റ് ഡയറക്ടേഴ്സിനൊപ്പം അക്ഷയ് ബിജുവിന്റെ വീട്ടിലേക്ക് KE മാന്നാനം സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMAയുടെ സാന്നിധ്യവും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നിറഞ്ഞ ഒന്നായിരുന്നു. സ്കൂളിന് തീർച്ചയായിട്ടും 1-ാം സ്ഥാനത്തിന് അക്ഷയ് വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ രീതിയിൽ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇന്ന് റിസൾട്ട് വന്നത്. അക്ഷയ് ബിജുവിന് ഏറെ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2024-2025 ഇന്ത്യൻ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ വിജയം നേടിയ മിടുക്കനാണ് അക്ഷയ് ബിജു. 2024 കെമിസ്ട്രി ഒളിമ്പ്യാഡിലും അർഹത നേടിയ മിടുക്കരിൽ ഒരാളാണ്
അക്ഷയ് ബിജു. എല്ലാ നേട്ടങ്ങൾക്കും ഒടുവിൽ സ്വപ്നതുല്യമായ മറ്റൊരു നേട്ടം കൂടിയാണ് അക്ഷയ് ബിജു 2025 ജെയ് മെയിൻ ഫസ്റ്റ് സെഷനിലൂടെ കൈവരിച്ചിരിക്കുന്നത്. അക്ഷയ് ബിജുവിന് എല്ലാവിധ ആശംസകളും. തുടർന്ന് ജെയ് അഡ്വാൻസ്ഡിലും മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗൗതം വാദിയാത്ത് 99.9785757 എന്ന സ്കോർ കരസ്ഥമാക്കി 2ാം സ്ഥാനം അലങ്കരിക്കുന്ന ബ്രില്യന്റിലെ ഞങ്ങളുടെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ. തൃശൂർ സ്വദേശിയാണ്. ആത്മവിശ്വാസത്തോടെ ബ്രില്യന്റിലേക്ക് എത്തി +1 +2 2 വർഷത്തെ കൃത്യമായ പരിശീലനത്തിലൂടെ ഗൗതം ജെയ് മെയിൻസിൽ ഏറ്റവും മികച്ച പെർസെന്റേൽ സ്കോറാണ് കരസ്ഥമാക്കിയത്. ദേവമാതാ പബ്ലിക് സ്കൂളിലാണ് ഗൗതം +1 +2 പഠിച്ചത്. ഫാദർ സുരേഷ് വാദിയാത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിക്കുന്നു. അമ്മ അഭിന സുരേഷ്. സഹോദരങ്ങൾ ഗോകുൽ വി സുരേഷ്. ബ്രില്യന്റിൽ പഠിച്ചു തന്നെ IIT ബോംബെ എന്ന സ്വപ്നം നേടിയ വിദ്യാർത്ഥിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ IIT ബോംബെയിൽ പഠനം തുടരുന്നു. മാതാപിതാക്കൾക്ക് ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷമാണിത്. കാരണം അവരുടെ 2 മക്കളും മികച്ച കരിയർ നേടാൻ പോവുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിലൂടെ. എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു ഇത് റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. മൈ പാരൻസ് പ്രൗഡ് ഓഫ് മീ, റിലേറ്റീവ്സ് ടെല്ലിങ് മീ കൺഗ്രാറ്റുലേഷൻസ്, ഐ ന്യൂ യു കുഡ് ഡു ദിസ്. ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഗൗതം RMO NSC ഒളിമ്പ്യാഡുകളിൽ വലിയ വിജയം നേടിയ മിടുക്കനായ വിദ്യാർത്ഥിയാണ് എന്നത് ബ്രില്യന്റിന് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ആദിത്യ രതീഷ് 99.97292220 എന്ന സ്കോർ കരസ്ഥമാക്കി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരാൾ. ആലപ്പുഴ മാവേലിക്കര സ്വദേശി. ചാവറ പബ്ലിക് സ്കൂളിലെ +1 +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനവും നേടിയാണ് ആദിത്യ ഈ വലിയ വിജയത്തിലേക്ക് എത്തിയത്. അച്ഛൻ ദുബായിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുന്നു. അമ്മ ടീന മാധവൻ. സിബ്ലിങ്സ് അദ്വൈത്, റിതീഷ്. വിജയത്തെക്കുറിച്ച് ആദിത്യ തന്നെ പങ്കുവെച്ച വാക്കുകൾ നമുക്ക് കേൾക്കാം. +1 +2 വേറെ ഒരു ഫിക്സ്ഡ് ഐഡിയ ഉണ്ടായിരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്, ഒരു സ്വപ്നം. സോ ജെയ് മെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ബ്രില്യൻ്റ് തന്നെയാണ്. പിന്നെ അവരുടെ ഹിസ്റ്ററി ഓഫ് റിസർച്ച് വെച്ച് തന്നെ എനിക്ക് പറയാം ഒരു വിശ്വാസം തന്നു, ഇവിടെ പോയാൽ സംഭവിക്കും, കിട്ടും. ആന്റണി ഫ്രാൻസിസ് ആൻഡ് ജോർജ് ഫ്രാൻസിസ്. ഉയർന്ന വിജയം നേടി മുൻനിരയിൽ അണിനിരുന്ന 2 ഇരട്ട സഹോദരങ്ങൾ. എറണാകുളം കളമശ്ശേരി സ്വദേശികളാണ്. നൈപുണ്യ പബ്ലിക് സ്കൂളിലെ ഏറ്റവും മിടുക്കരായ 2 വിദ്യാർത്ഥികളാണ് ആന്റണിയും ജോർജും. ഫാദർ ഫ്രാൻസിസ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുന്നു. അമ്മ ജിജി കോളേജ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ചേട്ടൻ ജോസഫ് ഫ്രാൻസിസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് IIT ധൻപാദിൽ. സന്തോഷമുണ്ട്. ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്. ഒരുമിച്ച് പഠിച്ച് ഉയർന്ന വിജയം നേടിയ ഈ ഇരട്ട സഹോദരങ്ങൾക്ക് ജെയ് അഡ്വാൻസ്ഡിന് മികച്ച വിജയം നേടാൻ ഒരുമിച്ച് തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ആദിൽ സയാൻ 99.9569690 എന്ന മാജിക്കൽ സ്കോർ കരസ്ഥമാക്കിയ അതിപ്രഗത്ഭനായ വിദ്യാർത്ഥി. +1 +2 പഠനം ചാവറ പബ്ലിക് സ്കൂൾ പാലായിൽ. ഒപ്പം ബ്രില്യന്റിലെ എൻട്രൻസ് പരിശീലനവും. ആദിൽ സയാനിന്റെ സ്വദേശം കോഴിക്കോടാണ്. തന്റെ നാടിനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാം ആദിൽ തന്നെ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ആദിൽ സയാൻ. ഞാൻ കോഴിക്കോട് ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫാദർ മുഹമ്മദ് ഉസ്മാൻ ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. മദർ സീന പി മുഹമ്മദ് അലി ഡെന്റിസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 സിബ്ലിങ്സാണ് എനിക്കുള്ളത്. ഒരു താത്ത ഉണ്ട്. താത്ത ഡെന്റിസ്റ്റായിട്ട് BDS കോഴ്സ് ഫൈനൽ ഇയർ ആണ്. പിന്നെ അനിയത്തി ഇപ്പം 8ാം ക്ലാസ് ബ്രില്യൻ ഫൗണ്ടേഷനിലെ ഒരു ഭാഗമാണ്. മിഷാൽ ഷെരീഫ് 99.9506640 എന്ന പെർസെന്റേജ് സ്കോർ കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ മറ്റൊരു വിദ്യാർത്ഥി. മലപ്പുറം നിലമ്പൂർ സ്വദേശി.
KE മാതാനം സ്കൂളിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കെ ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനവും നേടി. മിഷാൽ ഷെരീഫിന്റെ വാക്കുകളിലേക്ക്. സ്കൂൾ ടൈം മുതൽ ഞാൻ ഈ ഫിസിക്സും മാത്സും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ തന്നെ ചേട്ടനും ഈ ഇതിലോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ആയിരിക്കും, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അതാണ്. പിന്നെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നൊരു ഇതുണ്ടായിരുന്നു. ഹരി ഗോവിന്ദ് ആർ 99.9506165 എന്ന പെർസെന്റേജ് സ്കോർ ജെയ് 2025 ആദ്യ സെഷനിൽ കരസ്ഥമാക്കിയ മിടുക്കനായ വിദ്യാർത്ഥി. എറണാകുളം സ്വദേശിയാണ് ഹരി ഗോവിന്ദ്. അച്ഛൻ സുരേഷ് കുമാർ എഞ്ചിനീയറാണ്. അച്ഛനാണ് ഹരി ഗോവിന്ദിന് ഈ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രചോദനമാകുന്നത്. അമ്മ പ്രദീപ ആർ സയന്റിസ്റ്റ് ആണ്. ജെയ് അഡ്വാൻസ്ഡിനായുള്ള കടുത്ത പ്രിപ്പറേഷനിലാണ് ഹരി ഗോവിന്ദ് ആർ. റയാൻ സലീം 99.949205 സ്കോർ കരസ്ഥമാക്കി രാജ്യത്തെ മിടുക്കനായ വിദ്യാർത്ഥികളിൽ മറ്റൊരാളാണ് റയാൻ. കോഴിക്കോട് സ്വദേശി. ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ PM സലീമിന്റെയും ഡോക്ടർ റഹിമ സലീമിന്റെയും മകനാണ് റയാൻ സലീം. +1 +2 ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനം. +2 കാലഘട്ടം KE സ്കൂൾ മാന്നാനത്തിലാണ് റയാൻ ചിലവഴിക്കുന്നത്. ഈ വലിയ നേട്ടങ്ങൾക്കൊടുവിൽ റയാന് പങ്കുവെക്കാനുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാം. എൻ്റെ നാട് കോഴിക്കോടാണ്, വടകര. എൻ്റെ ഉമ്മ ഡെർമറ്റോളജിസ്റ്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഡോക്ടർ റഹീമ. എൻ്റെ ഉപ്പ ഡോക്ടർ സലീം CM ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനാണ്. പിന്നെ വീട്ടിൽ 2 ചേച്ചിമാരും കൂടെ. ചേച്ചിമാർ 2 ഡോക്ടർമാരാണ്. പാരൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. പണ്ട് മുതലേ എന്നെ വിശ്വസിച്ചിരുന്നു. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബ്രില്യന്റിൽ പഠിക്കുന്നതിനാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിനൊക്കെ ബോർഡിന് വേറെ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 2 സബ്ജക്റ്റ് ബയോളജിയും സെക്കൻഡ് ലാംഗ്വേജിനും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ബോർഡിന് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ എളുപ്പമായി മാർക്ക് നേടാൻ സാധിച്ചു. ബ്രില്യന്റ് ഡയറക്ടേഴ്സുമൊത്ത് റിസൾട്ട് വന്ന അന്നേ ദിവസം തന്നെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ച നിമിഷം റയാന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മനോഹര നിമിഷമാണ്. മിലൻ ജോസ് 99.9428567. കുടുംബവുമൊത്ത് ദുബായിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്ന മിലൻ IIT-യിലെ എഞ്ചിനീയറിംഗ് പഠനം എന്ന ഏക ലക്ഷ്യത്തിനായി കേരളത്തിലേക്ക് എത്തുന്നു. +1 +2 ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനം തിരഞ്ഞെടുക്കുന്നു. +1 +2 കാലഘട്ടത്തിനായി മിലൻ തിരഞ്ഞെടുത്തത് മാന്നാനം KE സ്കൂളാണ്. ഫാദർ ജോസ് തോമസ് ദുബായിൽ ജനറൽ മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. മദർ റെനി ജോസ് മിലൻ ജോസിനൊപ്പമുണ്ട്. ജെയ് അഡ്വാൻസ്ഡിൽ മികച്ച വിജയവും സ്കോറും നേടാനുള്ള ശ്രമത്തിലാണ് മിലൻ ഇപ്പോൾ. റിസൾട്ട് അറിഞ്ഞ് മണിക്കൂറുകൾക്കകം മിലൻ ജോസിന്റെ വീട്ടിലെത്തി ബ്രില്യന്റ് ഡയറക്ടർമാരായ ജോർജ് സാറും സെബാസ്റ്റ്യൻ സാറും കോർഡിനേറ്റേഴ്സും എല്ലാം ആദരിച്ചത് മിലന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനം നൽകുന്ന നിമിഷങ്ങൾ. മഹാദേവൻ സച്ചു 99.9357270. തിരുവനന്തപുരം സ്വദേശി. IT പ്രൊഫഷണലായ സഞ്ജു ഗോപാലിന്റെയും ഷീജ ഗോപിനാഥന്റെയും മകനാണ് മഹാദേവൻ. ജെയ് അഡ്വാൻസ്ഡിലും വിജയം നേടാനുള്ള ആത്മാർത്ഥ പരിശ്രമത്തിലാണ് മഹാദേവൻ. ഹരികിഷൻ ബൈജു 99.9249950. തൃശൂർ സ്വദേശി. പ്രൊജക്ട് എഞ്ചിനീയറായ ബൈജു P രാജിന്റെയും ഡെന്റിസ്റ്റായ ഡോക്ടർ ജീന KPയുടെയും മകനാണ് ഹരികിഷൻ ബൈജു. മിന്നും വിജയം കരസ്ഥമാക്കിയ ഹരികിഷൻ തൃശൂർ ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. +1 +2 ബ്രില്യന്റിലെ എൻട്രൻസ് പരിശീലനമാണ് ഇത്ര വലിയ സ്കോറിലേക്ക് എത്താൻ ഹരികിഷനെ പരിശീലിപ്പിച്ചത്. ഹരിനന്ദ് SK 99.9246026 എന്ന പെർസെന്റേജ് സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥി. മലപ്പുറം സ്വദേശി. ബ്രില്യന്റിലെ 1 വർഷ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ വിജയം നേടിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ഫാദർ സുനിൽ കുമാർ ബിസിനസ്സുകാരനാണ്. അമ്മ പ്രിയ VP അധ്യാപികയും. ഉറച്ച ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥിയായ ഹരിനന്ദ് SK തന്റെ IIT സ്വപ്നത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ്. ഡാനി ഫറാസ് 99.9166832. കോഴിക്കോടാണ് ഡാനിയുടെ സ്വദേശം. ഫാദർ അബ്ദുൾ നാസർ PK ഒരു ഫിസിഷ്യനായി സേവനമനുഷ്ഠിക്കുന്നു.
അമ്മ നസീമ KK. ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ ജെയ്മെയിനിൽ ഇത്ര വലിയ വിജയം ഡാനി നേടിയതിന് പിന്നിൽ ഡാനിയുടെ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ആണ് എന്നത് നിസ്സംശയം പറയാവുന്ന വസ്തുതയാണ്. ഹരിത് ശ്യാം 99.90920089. ഹരിത് ശ്യാം മലപ്പുറം സ്വദേശിയാണ്. സബ് എഞ്ചിനീയറായ അനിൽകുമാറിന്റെയും അസിസ്റ്റന്റ് പ്രൊഫസറായ സിനി പിയുടെയും മകനാണ് ഹരിത്. എറണാകുളം കാക്കനാടുള്ള നൈപുണ്യ സ്കൂളിൽ +1 +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനവും അതിലൂടെ ജെയ്മെയിൻ 2025 ഉയർന്ന പെർസെന്റേജ് സ്കോറും കരസ്ഥമാക്കാൻ ഹരിത് ശ്യാമിന് സാധിച്ചു. ജസ്വിൻ ജോയൽ 99.9087483 എന്ന മാജിക്കൽ സ്കോർ നേടിയ ജസ്വിൻ കണ്ണൂർ സ്വദേശിയാണ്. അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിക്കുന്ന ജോയി ജോസഫിന്റെയും ടിജി മോൾ ജോസഫിന്റെയും മകനാണ് ജസ്വിൻ ജോയൽ. മാതാനം K സ്കൂളിൽ പഠിച്ച് +1 +2 ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലിച്ച് ഈ വലിയ വിജയം കൈവരിച്ചത്. ജിതിൻ ദേവസ്യ 99.9087483 എന്ന സ്കോർ കരസ്ഥമാക്കിയ മിടുക്കനായ വിദ്യാർത്ഥി. ആലപ്പുഴയാണ് ജിതിന്റെ സ്വദേശം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുന്ന സാബു സിഡിയുടെയും ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന ബിന്ദു ജോസഫിന്റെയും മകനാണ് ജിതിൻ. ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ജിതിൻ ഈ സ്വപ്നതുല്യമായ പെർസെന്റേജ് സ്കോറിലേക്ക് എത്തിയത്. വർഷങ്ങളായി ബ്രില്യന്റ് തുടരുന്ന വിജയയാത്രയ്ക്ക് അല്ലെങ്കിൽ ബ്രില്യന്റ് സൃഷ്ടിക്കുന്ന റിസൾട്ടുകൾക്ക് പിന്നിൽ 10 100 വിദ്യാർത്ഥികളല്ല, അത് ലക്ഷങ്ങളാണ്. 40 വർഷമായി ബ്രില്യന്റിന് അവകാശപ്പെടാൻ 1 ലക്ഷത്തിന് മുകളിൽ ഡോക്ടർമാരും 1.5 ലക്ഷത്തിന് മുകളിൽ എഞ്ചിനീയർമാരുമുണ്ട്. ഇന്ത്യയിൽ ഇന്നോളം എൻട്രൻസ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ബ്രില്യന്റിനുള്ള സ്ഥാനം ഏറെ വലുതാണ്. 40 വർഷമായി ബ്രില്യന്റിലെ റിസൾട്ടിന്റെ സുതാര്യതയും സത്യസന്ധതയും തിരിച്ചറിഞ്ഞാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മാതാപിതാക്കളും ബ്രില്യന്റിലേക്ക് എത്തിയത്. അത് കാലമെത്ര മാറിയാലും ആ റിസൾട്ടിനും കേരള ജനതയ്ക്കിടയിൽ ബ്രില്യന്റിൽ ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കും ഒരു മാറ്റവും ഉണ്ടാവില്ല. കേരളത്തിലെ നീറ്റ് JEE ആസ്പിറൻസിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്ഥാപനമല്ല, സ്വപ്നം നേടിക്കൊടുക്കാൻ പഠിപ്പിച്ച സ്ഥാപനമാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. 1984 രൂപം കൊണ്ട ബ്രില്യന്റിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒറ്റ കാര്യത്തിനൊഴിച്ച് റിസൾട്ട്. അത് അന്നും ഇന്നും ബ്രില്യന്റിനുള്ളതാണ്, ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. പക്ഷേ റിസൾട്ടിനും മാറ്റമുണ്ട്. അത് കഴിഞ്ഞ ഓരോ വർഷത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുന്ന ജേതാക്കളുടെ എണ്ണത്തിലെ വർധനമാണ്. തുടർന്നുള്ള വർഷങ്ങളിലും ഈ വിജയഗാഥ തുടരുമെന്ന വിശ്വാസത്തോടെ 2024 തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 2025 ആദ്യം തന്നെ തന്ന ഈ അനുഗ്രഹത്തിനും ഇനി വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് വിടാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.